സോ ഹേ ഗൈസ്, യു ആർ വാച്ചിങ് ടി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇവരോട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നിങ്ങളുടെ എഴുതുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എങ്ങനെ നമ്മുടെ അപ്പാച്ചെ rtr200 4 ഇത് BS3 മോഡൽ ടൈപ്പാണ് വണ്ടി. ഹെഡാണ് ഇതിനകത്തോട്ട് നമ്മൾ പ്രോട്ടാപ്പറിൻ്റെ എൻ്റെ വണ്ടി ഇരിക്കുന്ന EVO2 ഹാൻഡിൽ കയറ്റാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇത് ഫുള്ള് മാറും. എന്തിനാണ് നമ്മൾ മാറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ചെറിയ സ്പോർട്ടി പൊസിഷനാണ് വരുന്നത്. അപ്പോൾ ഇത് മാറിയിട്ട് ഇച്ചിരി റൈസ്ഡായിട്ടൊരു ടൂറിംഗ് സെറ്റപ്പ് പൊസിഷനിലോട്ട് വരാനായിട്ട് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് കാണിച്ചിട്ട്, അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് നിങ്ങൾ പുതിയ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ വീഡിയോസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോട്ട് പോവാം. ഞാൻ ഫ്രണ്ട് സെക്ഷൻ മുഴുവൻ അഴിച്ച് ഇതാക്കിയിട്ടുണ്ട്. ആൻഡ് ടോപ്പ് ലൈറ്റ് കൊണ്ടുപോയി ഹോൾ ഇടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ എടുക്കണം. കാരണം നമ്മൾ ഓരോ വണ്ടികൾക്ക് അവർ അഡ്ജസ്റ്റ്മെൻറ്റ് അനുസരിച്ച് അളവും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ഈ ഒരു ഏരിയയിലായിട്ടാണ് രണ്ട് ഹോൾ ഇട്ടേക്കുന്നത്. അപ്പം നമ്മൾ ഹാൻഡിൽ ബാർക്ക് അഴിച്ച് വെച്ചേക്കാം. ജസ്റ്റ് ഒന്ന് കയറ്റി വിട്ടിട്ടുണ്ട്. നമ്മൾ ആ വ്യത്യാസം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് കയറ്റി വെച്ചേക്കുന്നത്. ആൻഡ് ഇനി ഹാൻഡിൽ ബാർ കാര്യങ്ങളൊക്കെ എന്നൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു. സോ അപ്പോഴത്തേ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന എൻ്റെ വണ്ടിയിലിരിക്കുന്ന സെയിം പ്രോട്ടാപ്പർ ഇവോ എന്നുള്ള മോഡലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കണ്ടല്ലോ, നല്ല ഒരു അലുമിനിയം ഹാൻഡിലാണ് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, മറ്റേ ഹാൻഡിലെക്കാളും നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ഞാൻ പറഞ്ഞ എൻ്റെ വണ്ടിയിൽ ഈ സെയിം സാധനം ഇരിക്കുന്നത്. വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് പോലും ഈ സാധനം ബെൻഡായില്ല. അത്ര വലിയ ആക്സിഡൻ്റ് ആയിട്ടും ഈ സാധനത്തിന് ചെറിയൊരു ബെൻഡോ ഒന്നും വന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. കണ്ടല്ലോ, ഇതിന് വെച്ച് നോക്കുമ്പോൾ നല്ല നീള വ്യത്യാസമുണ്ട്. ഈ ഒരു ഹൈറ്റിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് മുന്നേ ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. അപ്പോൾ നമുക്ക് ആ ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഈ കാണുന്ന സാധനങ്ങളാട്ടോ. മെയിനായിട്ട് വേണ്ടത് കണ്ടല്ലോ, ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ ബാർ ഹോൾഡർ ഇരിപ്പുണ്ട്. KTMൻ്റെ ഒറിജിനലാണ് മേടിച്ചേക്കുന്നത് ഹാൻഡിൽ ബാർ ഹോൾഡർ. ആൻഡ് ഇത് വന്നിട്ട് കണ്ടല്ലോ 4 ഇഞ്ച് നീളം വരുന്ന ഒരു എലങ്കിനായിട്ടാണ്. ഇത് കറക്റ്റ് നമ്മുടെ ഇതിൻ്റെ അകത്ത് സീറ്റാകുന്ന രീതിക്കാണ് നോക്കിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും. ഇത് നമ്മൾ എന്നാ പറയണ്ടേ, പോളിസ്റ്ററാഡ് മേടിച്ച് കറക്റ്റ് ലെയ്ത്തിലിട്ട് 1.5 ഇഞ്ച് ഹൈറ്റിന് ആ ഒരാൾക്ക് വേണ്ട ഒരു ഹൈറ്റിന് കറക്റ്റായിട്ട് സെറ്റാക്കി എടുത്തതാണ് ഈ സാധനം. പിന്നെ കട്ടിയുള്ള 2-3 സിൽവർ വാഷേഴ്സ് ഉണ്ട്. ഇതാണെങ്കിൽ എന്നാ പറയണ്ടേ, ഈ തുരുമ്പൊന്നും അടിക്കത്തില്ല, അങ്ങനെ കുറച്ച് ഉപകാരങ്ങളുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ വാഷേഴ്സ്. പിന്നെ മെയിൻ സാധനമാണ് ഈ ലോക്കുള്ള നട്ട്. ഈ ലോക്കുള്ള നട്ട് യൂസ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഈ സാധനം മുറുകി കഴിയുമ്പോഴത്തേക്ക് ഊരി വരും. അപ്പോൾ ഇത്ര ഐറ്റംസാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഞാനിതെല്ലാം സെറ്റ് ചെയ്തിട്ട് എങ്ങനെ അത് വണ്ടിയിൽ കയറ്റുന്നുള്ളത് കാണിച്ചു. സോ ഗൈസ്, അപ്പോഴത്തേ നമ്മൾ ഹാൻഡിൽ ബാറിൻ്റെ സെറ്റ് ഓൾമോസ്റ്റ് കയറ്റിയിട്ടുണ്ടല്ലോ. ഹൈറ്റ് ഇത്രയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ 2 നട്ടിട്ടേക്കുന്നത് ഇതിലോട്ടുള്ള ലോഡ് മാക്സിമം എടുക്കാനും, അടിയിൽ ഒരു 3 എന്നാ പറയണ്ടേ വാഷേഴ്സ് ഇട്ടിട്ടുണ്ട് കട്ടിയുള്ളത്. മാക്സിമം ലോഡ് സ്പ്രെഡ് ആവണം. അതുകൊണ്ടാണ് നമ്മൾ ഈ വാഷേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് ഒടിഞ്ഞു പറഞ്ഞ് പോകാതിരിക്കാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി നല്ലപോലെ വലിച്ചു മുറുക്കിയിട്ട് നേരെ വണ്ടിയിലോട്ട് കയറ്റണം. സോ ഗൈസ്, നമ്മൾ നല്ലപോലെ വലിച്ചു മുറുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. അല്ല, എന്നെ ഫിറ്റിങ്സിൻ്റെ ആ ഒരു പെർഫെക്ഷൻ പറയുന്നത് കണ്ടല്ലോ, നല്ല പക്കയായിട്ടാണ് ഇരിക്കുന്നതിൻ്റെ. അതിൻ്റെ അടി വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ത്രെഡ് ലോക്ക് ഇട്ടാണ് ലോക്ക് ചെയ്തേക്കുന്നത്. അതും നല്ല പക്കയുടെ സീറ്റാണ്. അപ്പം ഇതിൻ്റെ സീറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കേസാണ്. സീറ്റായിരുന്നില്ല ഒടിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. നല്ല പക്ക സീറ്റിംഗ് ആണ്. നമുക്ക് ഇതിന് പെയിൻ്റ് അടിച്ച് കറുപ്പാക്കണം. അപ്പോൾ അതിനെ കുറിച്ച് നോക്കണം. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു. സോ അപ്പോഴത്തേക്ക് നമ്മുടെ ഹാൻഡിലിൻ്റെ ബേസിക് സെറ്റപ്പ് കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഹോൾഡർ പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി ഞാൻ കയറ്റിട്ടുണ്ട് കേട്ടോ. സെൻറ്ററിൽ ഞാൻ പറഞ്ഞ ഹൈറ്റിനായിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വൃത്തിയായിട്ട് കയറിയിട്ടുണ്ട്. ഇനി പരിപാടി നമ്മുടെ എന്നാ പറയണ്ടേ, ഹാൻഡിൽ ബാറിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഹോളിട്ട് സെറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഏത് വണ്ടിക്ക് സെറ്റ് ചെയ്യാനാലും കറക്റ്റ് നമ്മൾ ഇവിടെ ഹോളൊന്നും കാണത്തില്ല. നമ്മൾ കറക്റ്റ് ഹോൾ നോക്കി എവിടെയാണ് മാച്ച് ചെയ്യുന്നത് സെറ്റ് ചെയ്ത് കയറ്റുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ഓരോ ലുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം മുതൽ പറയുവാണെങ്കിൽ ഇത് വന്നിട്ട് അപ്പാച്ചെ RTR BS2 വേരിയൻ്റ് ആണ്. അതിന് rtr200 ആണ് വണ്ടി. അപ്പം ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ് ആണ് ഓൾറെഡി വരുന്നത്. നമ്മളത് മാറ്റി പ്രോട്ടാപ്പറിൻ്റെ ഇവോ എന്ന് പറയുന്നൊരു മോഡൽ ഹാൻഡിൽ ബാറാണ് കയറ്റിയേക്കുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, മറ്റേത് ഇച്ചിരി സ്പോർട്ടി ആയിട്ട് പൊസിഷനാണ്. ഇപ്പോൾ നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനാണ്, നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് കൈ ഇരിക്കുന്നത്. കണ്ടല്ലോ, ഇപ്പോൾ ഇത്ര നമ്മൾ എന്നാ പറയണ്ടേ, എത്രത്തോളം നമ്മൾ നേരത്തെ സ്പോർട്ടി ആയിട്ടിരുന്നു അത്രത്തോളം റിവേഴ്സ് വന്ന് നമ്മുടെ റിലാക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനാണ്. നമ്മൾ സ്റ്റോക്ക് ആയിട്ടുള്ള സ്വിച്ച് സെറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. അതിലൊന്നും ചേഞ്ചസ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടില്ല. ഹാൻഡിൽ ഹോൾ ഇട്ട് നല്ല സ്വിച്ച് കിറ്റ് നമ്മൾ അതിൽ സെറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒരു RCBയുടെ ഒരു ഗ്രിപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം മുതൽ പറയുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഒരു ലുക്ക് വ്യത്യാസം കാണിച്ചു തരാം. മെയിനായിട്ട് ഈ ഹാൻഡിൽ കയറുമ്പോൾ വണ്ടിയുടെ ഒരു ബേസിക് ലുക്ക് തന്നെ മാറും. ഒരു എന്നാ പറയണ്ടേ, നൈസ് ഒരു
ലുക്ക് വരും വണ്ടി നിങ്ങൾ കണ്ടല്ലോ. അപ്പം പറയുവാണെങ്കിൽ നമ്മൾ ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ ബാർ ഹോൾഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ തന്നെ 4 LNKs യൂസ് ചെയ്തിട്ടുണ്ട്. താഴെ നമ്മൾ കസ്റ്റമായിട്ടൊരു ചെറിയൊരു ഹൈറ്റ് നെറ്റ് ഒരു 1.25 ഇഞ്ചിൻ്റെ ഒരു ഹൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യൂസ് ചെയ്തേക്കുന്ന അകത്ത് യൂസ് ചെയ്തേക്കുന്ന ഒരു LNKയും ത്രെഡ് ലോക്കുള്ള നട്ടുമാണ്. ത്രെഡ് ലോക്കുള്ള നട്ട് എന്തിനാണെന്ന് പറഞ്ഞാൽ തിരിച്ച് അഴിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഈ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. കണ്ട ലുക്ക് ഉണ്ടല്ലോ വണ്ടിയുടെ. അപ്പം ഇതാണ് നമ്മുടെ എന്നാ പറയണ്ടേ നമ്മുടെ അപ്പാച്ചെ rtr200 4 വീല് എങ്ങനെ പറയാം നമ്മുടെ എന്നാ പറയണ്ടേ ഒരു റേസ്ഡ് ഹാൻഡിൽ ബാർ. ഇതിപ്പോൾ കസ്റ്റം ഹാൻഡിൽ പറയുന്നത് ഡൊമിനാർ, ഡ്യൂക്ക്, പിന്നെ പല ഹാൻഡിൽസും ഒക്കെ നമ്മൾ 160 ഹാൻഡിൽ സെറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല ഹാൻഡിൽസ് നമുക്ക് യൂസ് ചെയ്യാം. എൻ്റെ വണ്ടിയിലിരിക്കുന്നത് ഇതിൻ്റെ തന്നെ Evo 2 എന്ന് പറയുന്ന മോഡലാണ്. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. അതിന് ഇച്ചിരി നീളം കുറവുണ്ടെന്നേ ഉള്ളൂ. ഇത് ഇച്ചിരി വൈഡാണ് ഹാൻഡിൽ, അത്യാവശ്യം നല്ല മറ്റേ ഹാൻഡിലിനെ അപേക്ഷിച്ച് നല്ല വൈഡാണിത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ലുക്ക് വ്യത്യാസം കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ വർക്കിനാണ് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്നാ പറയണ്ടേ നമ്മൾ ഇതിനും ഇതുപോലെ വർക്ക് പുറത്തോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കേബിൾസ് വല്ല മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ കേബിൾസ് ഒന്നും മാറിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ റൂട്ടിങ് മാറ്റിയിട്ടുണ്ട്. ക്ലച്ച് കേബിളിൻ്റെ റൂട്ടിങ് ഞാൻ ഇതിലെ കൂടെ മാറ്റി ഇതിൻ്റെ മേളിൽ കൂടെ ആക്കിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ആക്സിലേറ്റർ കേബിളും ഈ സ്റ്റമ്പിൻ്റെ പുറകെ കൂടെ ഫ്രണ്ടിൽ കൂടെ ആക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റമ്പ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു ചെറുതായിട്ട് പൊങ്ങി നിൽക്കാൻ നമ്മൾ താത്തിട്ടുണ്ട്. അതിൻ്റെ കറുത്ത കളർ അടിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ വണ്ടിയെ കൊണ്ടുവന്ന അല്ലാതുള്ള മാറ്റങ്ങൾ. വണ്ടി ലുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി ഇല്ലെങ്കിലും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയെ പക്ഷേ ഭയങ്കര പവർഫുള്ളാണ് വണ്ടി. ഇത് ഉപയോഗിച്ചവർക്ക് ഇത് അറിയത്തുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാ പറയണ്ടേ RTR BS3 വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്രഷാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ ടൈമിൽ കാർബറേറ്റർ വണ്ടി ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ അതേ മേടിക്കത്തുള്ളൂ. ഞാൻ പിന്നെ പുതിയ വണ്ടി വേണമെന്നുള്ളതുകൊണ്ടാണ് പോയി ഞാൻ BS6 എടുത്തത്. സംഭവം ഒരു രക്ഷയില്ലാത്ത പവറാണ് വണ്ടിക്ക്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് ഉറപ്പിച്ചാൽ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുന്ന കാരണം താഴെ കമൻറ്റ് ചെയ്യുക. വെരി വിശ്വാസം TVM ഓട്ടോമോട്ടീവ്സ്.